ഹായ് കൂട്ടുകാരെ, USS പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് SS പഠിക്കുന്നത് ആദ്യത്തെ യൂണിറ്റായ മധ്യകാല ഇന്ത്യ, മെഡീവൽ ഇന്ത്യ എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനപ്പെട്ട 11 ചോദ്യോത്തരങ്ങളാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രി എവിടെ വച്ചാണ് ദേശീയ പതാക ഉയർത്തുന്നത്? ഓപ്ഷൻ എ ചെങ്കോട്ട, ഓപ്ഷൻ ബി താജ്മഹൽ, ഓപ്ഷൻ സി ഇന്ത്യ ഗേറ്റ്, ഓപ്ഷൻ ഡി രാഷ്ട്രപതി ഭവൻ. ഉത്തരം ഓപ്ഷൻ എ ചെങ്കോട്ടയാണ് കേട്ടോ. ചെങ്കോട്ടയിൽ വെച്ചാണ് എല്ലാ വർഷവും പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത്. രണ്ടാമത്തെ ചോദ്യം: പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം? ഓപ്ഷൻ എ 1526, ഓപ്ഷൻ ബി 1562, ഓപ്ഷൻ സി 1256, ഓപ്ഷൻ ഡി 1625. ഉത്തരം ഓപ്ഷൻ എ 1526. 1526 മുഗൾ ഭരണം ആരംഭിച്ചത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ തോൽപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ നരസിംഹ സാലുവ, ഓപ്ഷൻ ബി ഇബ്രാഹിം ലോധി, ഓപ്ഷൻ സി കേണൽ മക്കൻസി, ഓപ്ഷൻ ഡി ഹരിഹരൻ. ഉത്തരം ഓപ്ഷൻ ബി ഇബ്രാഹിം ലോധി. ലോധി വംശത്തിലെ ഏറ്റവും അവസാനത്തെ രാജാവായിരുന്നു ഇബ്രാഹിം ലോധി. ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ബാബർ മുഗൾ ഭരണം സ്ഥാപിച്ചത്. താജ്മഹൽ നിർമ്മിച്ച മുഗൾ ഭരണാധികാരി ആര്? ഓപ്ഷൻ എ ഹുമയൂൺ, ഓപ്ഷൻ ബി ജഹാംഗീർ, ഓപ്ഷൻ സി ഷാജഹാൻ, ഓപ്ഷൻ ഡി ബാബർ. ഉത്തരം ഓപ്ഷൻ സി ഷാജഹാനാണ്. തൻ്റെ പത്നിയായ മുംതാസിൻ്റെ ഓർമ്മയ്ക്കായാണ് ഷാജഹാൻ താജ്മഹൽ പണി കഴിപ്പിച്ചത്. ഞാൻ പറയുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ USS നോട്ടിൽ എഴുതിയെടുക്കണം കേട്ടോ. സംഗമ രാജവംശ സ്ഥാപകർ ആരൊക്കെ? ഓപ്ഷൻ എ ഹരിഹരൻ ബുക്കൻ, ഓപ്ഷൻ ബി ബാബർ ഹുമയൂൺ, ഓപ്ഷൻ സി ഷാജഹാൻ, ഓപ്ഷൻ സി കൃഷ്ണദേവരായർ. ഉത്തരം ഓപ്ഷൻ എ ഹരിഹരനും ബുക്കനുമാണ്. ചോദ്യം 6: ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ ഹുമയൂൺ, ഓപ്ഷൻ ബി വീര നരസിംഹൻ, ഓപ്ഷൻ സി കൃഷ്ണദേവരായർ, ഓപ്ഷൻ ഡി അക്ബർ. ഉത്തരം ഓപ്ഷൻ ഡി അക്ബറാണ്. അക്ബറിൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിലാണ് അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ ഔറംഗസേബ്, ഓപ്ഷൻ ബി ജഹാംഗീർ, ഓപ്ഷൻ സി ബാബർ, ഓപ്ഷൻ ഡി അക്ബർ. ഉത്തരം ഓപ്ഷൻ സി ബാബറാണ്. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം. മൂന്നാമത്തെ ചോദ്യത്തിലും ഉണ്ടായിരുന്നു പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ തോൽപ്പിച്ചത് ആരെ? ഇബ്രാഹിം ലോധിയാണ് ബാബർ തോൽപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബർ ചക്രവർത്തിയാണ്. മുഗൾ ഭരണകാലത്തെ പ്രാദേശിക വിഭാഗങ്ങളുടെ താഴ്ന്ന തലം ഏത്? ചോദ്യം ഞാൻ ഒന്നും കൂടെ വായിക്കാം. മുഗൾ ഭരണകാലത്തെ പ്രാദേശിക വിഭാഗങ്ങളുടെ താഴ്ന്ന തലം ഏത്? ഓപ്ഷൻ എ സുബ, ഓപ്ഷൻ ബി പർഗാന, ഓപ്ഷൻ സി സർക്കാർ, ഓപ്ഷൻ ഡി ഗ്രാമം. ഉത്തരം ഓപ്ഷൻ ഡി ഗ്രാമമാണ്. ചോദ്യം ഇങ്ങനെയും ചോദിക്കാം: മുഗൾ ഭരണകാലത്തെ പ്രാദേശിക വിഭാഗങ്ങളുടെ ഉയർന്ന തലം ഏത്? ഉയർന്ന തലം ചോദിച്ചാൽ സുബ എന്നാണ് അതിനുത്തരം. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ ആര്? ഓപ്ഷൻ എ റാൽഫ് ഫിച്ച്, ഓപ്ഷൻ ബി ബാർബോസ, ഓപ്ഷൻ സി ഡൊമിംഗോ പയസ്, ഓപ്ഷൻ ഡി നിക്കോള കോണ്ടി. ഉത്തരം ഓപ്ഷൻ എ റാൽഫ് ഫിച്ച് ആണ് കേട്ടോ. റാൽഫ് ഫിച്ച് ഇന്ത്യയിലെ 2 നഗരങ്ങളെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. ആ വിവരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഞാനത് വായിച്ചു തരാം. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട്. അപ്പോൾ ആഗ്രയും ഫത്തേപൂർ സിക്രിയും തമ്മിൽ 12 മൈൽ ദൂരമുണ്ട്. ഈ ദൂരമത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. ആ ദൂരമത്രയും ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകളും അങ്ങാടി കടകളുമാണുള്ളത്. അടുത്ത ചോദ്യം: അക്ബർ ചക്രവർത്തി പുറത്തിറക്കിയ സ്വർണ്ണ നാണയം ഏത്?
ഓപ്ഷൻ എ ഇലാഹി, ഓപ്ഷൻ ബി തങ്ക, ഓപ്ഷൻ സി ജലാലി, ഓപ്ഷൻ ഡി ഉറുപ്പി. ഉത്തരം ഓപ്ഷൻ എ ഇലാഹിയാണ്. ഇനി ഈ ചോദ്യത്തിന് ഇങ്ങനെയും ചോദിക്കാം. അക്ബർ ചക്രവർത്തി പുറത്തിറക്കിയ വെള്ളി നാണയം ഏത്? സ്വർണ്ണ നാണയമാണ് ഇലാഹി. വെള്ളി നാണയം ഏതാണ്? വെള്ളി നാണയത്തിൻ്റെ പേര് ജലാലി എന്നാണ് കേട്ടോ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഏത് വാക്കിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്? ഏത് വാക്കിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്? ഓപ്ഷൻ എ മുഗളൂർ, ഓപ്ഷൻ ബി മംഗോൾ, ഓപ്ഷൻ സി മുൾട്ടാൻ, ഓപ്ഷൻ ഡി മംഗോർ. ഉത്തരം ഓപ്ഷൻ ബി മംഗോൾ. മംഗോൾ എന്ന വാക്കിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവപ്പെട്ടത്. അക്ബർ ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട പുത്രനാര്? അക്ബർ ചക്രവർത്തിക്ക് 5 മക്കളാണുള്ളത്. അതിൽ പ്രിയപ്പെട്ട പുത്രൻ ആരാണെന്നാണ് നമ്മൾ ചോദ്യം. അക്ബർ ചക്രവർത്തിയുടെ പുത്രൻ ആരാണെന്ന് ചോദിച്ചാലും ഈ ചോദ്യത്തിന് ആൻസർ നമുക്ക് എഴുതാവുന്നതാണ്. ഓപ്ഷൻ എ ബാബർ, ഓപ്ഷൻ ബി ഷാജഹാൻ, ഓപ്ഷൻ സി ദാരാഷുക്കോ, ഓപ്ഷൻ ഡി ജഹാംഗീർ. ഉത്തരം ഓപ്ഷൻ ഡി ജഹാംഗീറാണ്. 1800 ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വ്യക്തി ആര്? 1800. ഓപ്ഷൻ എ കേണൽ മക്കൻസി, ഓപ്ഷൻ ബി ബാബർ, ഓപ്ഷൻ സി പിയറി ജാറിക്, ഓപ്ഷൻ ഡി ഔറംഗസേബ്. ഉത്തരം ഓപ്ഷൻ എ കേണൽ മക്കൻസി. അക്ബർ നാമ എഴുതിയത് ആര്? ഓപ്ഷൻ എ കേണൽ മക്കൻസി, ഓപ്ഷൻ ബി അക്ബർ, ഓപ്ഷൻ സി അബുൾ ഫസൽ, ഓപ്ഷൻ ഡി റാൽഫ് ഫിച്ച്. ഉത്തരം ഓപ്ഷൻ സി അബുൾ ഫസൽ. അബുൾ ഫസൽ മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു. അക്ബറിൻ്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം. ഐ ഡി അക്ബാരി, അക്ബർ നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവും ഇദ്ദേഹമാണ്, അബുൾ ഫസലാണ്. ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ 1ാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്കാരം ഏത്? ഇത് നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന പാഠങ്ങളിൽ നിന്ന് നമ്മൾ സംസ്കാരമൊക്കെ പഠിച്ചിട്ടില്ലേ? ഈജിപ്ഷ്യൻ സംസ്കാരം, ഹരപ്പൻ സംസ്കാരം. അപ്പോൾ ഈ പാഠത്തിൽ നിന്നൊക്കെയുള്ള ചോദ്യമാണ്. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ മെസോപ്പൊട്ടേമിയൻ സംസ്കാരം, ഓപ്ഷൻ ബി ഈജിപ്ഷ്യൻ സംസ്കാരം, ഓപ്ഷൻ സി ഹരപ്പൻ സംസ്കാരം, ഓപ്ഷൻ ഡി ചൈനീസ് സംസ്കാരം. ഉത്തരം ഓപ്ഷൻ സി ഹരപ്പൻ സംസ്കാരമാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ കാണുവാൻ ആദ്യത്തെ കമൻറ്റിൽ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വിഷയമായി കാണാം. ബൈ.